കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. വൈശാഖമാസം വിഷ്ണു ഭജനത്തിന് ഏറ്റവും അനുയോജ്യമായ മാസം. 10 മടങ്ങ് ബലം. വൈശാഖമാസം ഏപ്രിൽ 28, വൈഷ്ണവമാസം ഏപ്രിൽ 28, 2025 മുതൽ മെയ് 26, 2025 വരെ ആചരിക്കുന്നു. ശ്രീ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖമാസം. മാധവന് പ്രിയങ്കരമായതിനാൽ ഇതിനെ മാധവമാസം എന്നും വിളിക്കപ്പെടുന്നു. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ കഴിയുന്നു എന്നാണ് വിശ്വാസം. വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖമാസം. ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ബലം ലഭിക്കും. ഭഗവാന്റെ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നതും ഈ വൈശാഖത്തിലാണെന്നതും ഈ മാസത്തിൻ്റെ മാഹാത്മ്യം എടുത്തുകാട്ടുന്നു. അതിൽ പരശുരാമാവതാരവും ബലരാമാവതാരവും അക്ഷയ തൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത്. വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. വിഷ്ണു സഹസ്രനാമം, അഷ്ടാക്ഷരീ മന്ത്രം ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ, ഭാഗവത പാരായണം എന്നിവ മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും. വൈശാഖമാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നതും ഉത്തമമാണ്. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതമെടുക്കുന്നവർക്കും തുല്യമായ ബലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വൈശാഖമാസക്കാലത്ത് ഗുരുവായൂരമ്പലത്തിൽ അത്ഭുതപൂർണമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖമാസം പുണ്യകാലമായി ആചരിക്കാറുണ്ട്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ എന്നുള്ളതാണ്. വൈശാഖമാസത്തിലുടനീളം ഇത് 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും എന്നാണ് പറയപ്പെടുന്നത്. ഹരേ ഗുരുവായൂരപ്പ ശരണം.